Children, good morning. How are you? Are you fine? Stay safe, stay home. Okay. Today we study Social Studies, 3rd chapter, India, the Northern Plains. First one, warm up. Match the states with their capitals. നമ്മൾ കഴിഞ്ഞ പാഠങ്ങൾ സ്റ്റേറ്റും ക്യാപിറ്റലും പഠിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ലക്നൗ. നമ്പർ 2, ബീഹാർ പാറ്റ്ന. തേർഡ് വൺ, പഞ്ചാബിൻ്റെ തലസ്ഥാനം ചണ്ഡീഗഡ്. ഫോർത്ത് വൺ, വെസ്റ്റ് ബംഗാളിൻ്റെ ക്യാപിറ്റൽ കൊൽക്കത്ത. അത് 4 പരസ്പരം മാച്ച് ചെയ്യേണ്ടതാണ്, ലൈനിട്ട് യോജിപ്പിക്കുക. The northern plains are the largest stretch of flat and leveled land in India. ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതനിരകളായ ഭൂപ്രദേശമാണ് ഉത്തര സമതലങ്ങൾ അല്ലെങ്കിൽ വടക്കൻ സമതലങ്ങൾ. The northern plains are located towards the south of the northern mountains and in the north of the southern plateau. വടക്കൻ സമതലങ്ങൾ വടക്കൻ പർവ്വതനിരകളുടെ തെക്കു ഭാഗത്തും ദക്ഷിണ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്തുമായാണ് സ്ഥിതി ചെയ്യുന്നത്. They extend from Punjab in the west to Assam in the east to a distance of about 2500 കിലോമീറ്റർ. ഇത് പഞ്ചാബിൻ്റെ പടിഞ്ഞാറ് ഭാഗം മുതൽ ആസാമിൻ്റെ കിഴക്ക് ഭാഗം വരെ 2500 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. The width varies between 150 കിലോമീറ്റർ to 300 കിലോമീറ്റർ. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെ വ്യത്യാസപ്പെടുന്നു. The northern plains have been formed by the deposition of gravel, sand, clay, slate brought by the rivers coming from the mountains. പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ കൊണ്ടുവരുന്ന ചരൽ, മണൽ, കളിമണ്ണ് എന്നിവ നിക്ഷേപിച്ചാണ് വടക്കൻ സമതലങ്ങൾ രൂപപ്പെട്ടത്. The fine silt is very fertile and is called alluvium. ഇവിടെ ഈ നേർത്ത മണൽ ഫലസമ്പുഷ്ടമായതിനാൽ അതിനെ അലൂവിയം സോയിൽ നിന്നാണ് വിളിക്കുന്നത്. The main rivers flowing through the northern plains are Satluj, Ganga, Brahmaputra and their tributaries. ഈ ഉത്തര സമതലങ്ങളിൽ ഒഴുകുന്ന നദികളാണ് ഏതൊക്കെ? ബ്രഹ്മപുത്ര, സത്ലജ്, ഗംഗ, പിന്നെ അവയുടെ പോഷക നദികൾ അല്ലെങ്കിൽ ഉപനദികളും. These rivers carry water almost throughout the year. ഈ നദികളിൽ വർഷം മുഴുവൻ ജലം ലഭ്യമാണ്. The area watered by a river and its tributaries is called the river basin. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഒഴുകുന്ന പ്രദേശത്തെയാണ് നദീതടം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റിവർ ബേസൻ? ഓരോ നദിയും അതിൻ്റെ പോഷക നദികളും ഒഴുകുന്ന പ്രദേശത്തെയാണ് നദീതടം എന്ന് വിളിക്കുന്നത്. The northern plains of India can be divided into 3 sections or 3 river basins. അതായത് ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളെ 3 ഭാഗങ്ങളായി തിരിക്കുന്നു. ഏതൊക്കെയാണത്? ദ സത്ലജ് റിവർ ബേസൻ, ദ ഗംഗ റിവർ ബേസൻ, ദ ബ്രഹ്മപുത്ര റിവർ ബേസൻ. ഏതൊക്കെയാ? സത്ലജ് നദീതടം, ഗംഗാ നദീതടം, ബ്രഹ്മപുത്ര നദീതടം. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. സത്ലജ് റിവർ ബേസൻ. The western part of the northern plains of India is called the Satluj River Basin. വടക്കൻ സമതലങ്ങളുടെ പടിഞ്ഞാറൻ ഭാഗത്തെ സത്ലജ് നദീതടം എന്ന് വിളിക്കുന്നു. It is drained by the Satluj River and its main tributary the Beas. സത്ലജ് നദിയും അതിൻ്റെ പ്രധാന കൈവഴിയായ ബീസ്, അതിൽ ഉപനദിയായ ബീസുമാണ് ഇതിലൂടെ ഒഴുകുന്നത്. A major part of the Satluj River Basin lies in Punjab and Haryana. സത്ലജ് നദീതടത്തിൻ്റെ പ്രധാന ഭാഗം പഞ്ചാബിലും ഹരിയാനയിലും ആണ്. A dam called Phakra Dam has been
built across the Satluj river. സത്ലജ് നദിക്ക് കുറുകെ ഭക്ര ഡാം നിർമ്മിച്ചിരിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇറിഗേറ്റ് ആൻഡ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ഇത് ജലസേചനത്തിനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുമായി ഉപയോഗിക്കുന്നു. അപ്പോൾ സത്ലജ് നദിക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന അണക്കെട്ട് ഏതാണ്? ഭക്ര ഡാം. സത്ലജ് നദിയുടെ പ്രധാന ട്രിബ്യൂട്ടറി ഏതാണ്? ബീസ്. നെക്സ്റ്റ് വൺ, ദ ഗംഗ റിവർ ബേസൻ. ഗംഗാ നദീതടം. The Ganga river basin is the largest part of the northern plains of India. ഇന്ത്യയിലെ വടക്കൻ സമതലങ്ങളിൽ ഏറ്റവും വലിയ ഭാഗമാണ് ഗംഗാ നദീതടം. It extends from Delhi in the west to Kolkata in the east over a distance of about 1500 kilometers. പടിഞ്ഞാറ് ദില്ലി മുതൽ കൊൽക്കത്ത വരെ ഏകദേശം 1500 കിലോമീറ്റർ വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നു. The major part of the Ganga river basin lies in Uttar Pradesh, Bihar and West Bengal. ഗംഗാ നദീതടത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗങ്ങൾ ബീഹാറിലും ഉത്തർപ്രദേശിലും പശ്ചിമ ബംഗാളിലും ആണ്. The Ganga river, after originating from the Gangotri glacier, enters the plains at Haridwar. വടക്കു നിന്നും ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാനദി, ഇത് ഗംഗാ റിവർ ഒറിജിനൽ ഗംഗാത്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാനദി എവിടെ മുതലാണ്? എൻറ്റേഴ്സ് ഫ്രം ഇന്ത്യ ഹരിദ്വാറിലോട്ട് പ്രവേശിക്കുന്നു. അപ്പോൾ ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാനദി ഹരിദ്വാറിൽ പ്രവേശിക്കുന്നു. എ ലാർജ് നമ്പർ ഓഫ് ട്രൈബ്യൂട്ടറീസ് സച്ചാസ് ഗോമതി, ഗഗ്ര, ഗാണ്ടക് ആൻഡ് കോസി ഫ്രം ദ നോർത്ത് ആൻഡ് യമുന, ചമ്പാൽ, ബേദ്വ ആൻഡ് സൺ ഫ്രം ദ സൗത്ത് ജോയിൻ ദ ഗംഗ. അതായത് ഏറ്റവും കൂടുതൽ ഉപനദികളുണ്ട്. ഏതൊക്കെയാണ്? ഗോമതിയും ഗഗ്രയും ഗാണ്ടക്കും കോസിയും എല്ലാം വടക്ക് ഭാഗത്തു നിന്നും, യമുന, ചാമ്പാൽ, ബേദ്വ, സൺ എന്നീ നദികൾ തെക്ക് ഭാഗത്തു നിന്നും കൂടി ഗംഗാ നദിയിൽ സംഗമിക്കുന്നു. ദ യമുന മീറ്റ്സ് ദ ഗംഗ അറ്റ് അലഹബാദ്. യമുന നദി ഗംഗാ നദിയുമായി കൂട്ടുമുട്ടുന്ന സ്ഥലം എവിടെയാണ്? അലഹബാദിൽ വെച്ച് ഗംഗാ നദിയും യമുന നദിയും തമ്മിൽ കൂടിച്ചേരുന്നു. ദിസ് പ്ലേസ് ഈസ് കാൾഡ് സംഗം. ഈ സ്ഥലത്തിന് പറയുന്നതാണ് സംഗം. അപ്പോൾ യമുന നദിയും ഗംഗാ നദിയും കൂട്ടിമുട്ടുന്ന ആ സ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? സംഗം. അടുത്തത്, ലോവർ പാർട്ട് ഓഫ് ദി ഗംഗാ റിവർ ബേസൻ ലൈസ് ഇൻ വെസ്റ്റ് ബംഗാൾ. ഗംഗാ നദീതടത്തിൻ്റെ താഴ്ന്ന ഭാഗം കിടക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഹിയർ ദ റിവർ ഫ്ലോസ് വെരി സ്ലോലി ആൻഡ് സ്പ്ലിറ്റ്സ് ഇൻ ടു എ നമ്പർ ഓഫ് ബ്രാഞ്ചസ് കാൾഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇവിടെ നദികളെല്ലാം കൂടെ ഒഴുകി സ്പ്ലിറ്റ് ഉണ്ടാകുന്നുണ്ട്. അതായത് ചരലും മണ്ണും എല്ലാം കൂടെ അടിഞ്ഞുകൂടി ഒരു ബ്രാഞ്ചസായിട്ട് മാറിയിട്ട് അത് ഒരു നദിയിൽ നിന്നും വേർപെട്ട് എല്ലാം പ്രത്യേകമായിട്ട് ഇവിടെ കടലിലേക്ക് പോകുന്നു. വൺ സച്ച് ഈസ് ദ ഹൂഗ്ലി റിവർ ഓൺ ഇറ്റ്സ്. അതിലൊന്നാണ് ഹൂഗ്ലി നദി. ഓൺ ഇറ്റ്സ് ബാങ്ക്സ് കൊൽക്കത്ത ഈസ് ലൊക്കേറ്റഡ്. അതിൻ്റെ ഹൂഗ്ലി നദിയുടെ തീരത്താണ് കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത്. അനദർ ബ്രാഞ്ച് എൻറ്റേഴ്സ് ബംഗ്ലാദേശ് ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് ദ പദ്മ റിവർ. മറ്റൊരു ശാഖ എവിടെ ചെല്ലുന്നു? ബംഗ്ലാദേശിൽ എത്തുന്നു, എൻ്റർ ചെയ്യുന്നു. അതിന് പദ്മ നദി എന്ന് അവിടെ അറിയപ്പെടുന്നു. അപ്പോൾ പദ്മ റിവർ ബംഗ്ലാദേശിലെത്തി എത്തുന്നു. അടുത്തത് ദ ബ്രഹ്മപുത്ര റിവർ ബേസിൻ. ബ്രഹ്മപുത്ര നദീതടം. ദ ബ്രഹ്മപുത്ര റിവർ ബേസിൻ ഫോംസ് ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദി നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ. ബ്രഹ്മപുത്ര നദീതടം ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്താണ്. ദി ബ്രഹ്മപുത്ര റിവർ ഒറിജിനേറ്റ്സ് നിയർ ദ മാനസരോവർ ലേക്ക് ഇൻ തിബറ്റ്. ബ്രഹ്മപുത്ര നദി എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? തിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ഇറ്റ്സ് നെയിം ഈസ് സാങ്പോ ഇൻ തിബറ്റ്. അവിടെ ടി സൈലൻ്റ് ആണ്. അതായത് ഇതിന് തിബറ്റിൽ സാങ്പോ എന്ന് വിളിക്കുന്നു. ഇറ്റ് ഫ്ലോസ് ഈസ്റ്റ് വാർഡ്സ് ആൻഡ് എൻറ്റേഴ്സ് ഇന്ത്യ ത്രൂ അരുണാചൽ പ്രദേശ്. ഇത് കിഴക്കൻ ദിക്കിലോട്ടൊഴുകി എവിടെയായി? അരുണാചൽ പ്രദേശിൽ എത്തുന്നു. ഇൻ ഇന്ത്യ ഇറ്റ് ഫ്ലോസ് ത്രൂ ആസാം ബിഫോർ എൻറ്ററിങ് ബംഗ്ലാദേശ്. ഇന്ത്യയിൽ ഇതൊഴുകിയിട്ട് ആസാമിൽ കൂടി എവിടെ എത്തുന്നു? ബംഗ്ലാദേശിൽ എത്തുന്നു.
In Bangladesh, the Brahmaputra river joins the Padma river and forms the largest wetland in the world called the Sundarbans. ബംഗ്ലാദേശും ഇതിൽ കൂടെ ഒഴുകി ബ്രഹ്മപുത്ര നദി എവിടെ പദ്മാ നദിയുമായി ജോയിൻ ചെയ്ത് കൂടിച്ചേർന്ന് എവിടെ ചെന്നുന്നു? ലോകത്തിലെ ഒരു ഡെൽറ്റ രൂപം കൊള്ളുന്നു. അതായത് ഈ നദികളിൽ നിന്ന് ഒഴുകി വരുന്ന എല്ലാം കൂടെ അടിഞ്ഞു ചേർന്ന് രൂപം കൊള്ളുന്നതാണ് ഡെൽറ്റ. ഒഴുകി വരുന്ന നദികളിൽ നിന്നെല്ലാം അടിഞ്ഞു ചേർന്ന് ഡെൽറ്റ രൂപം കൊള്ളുന്നു. ഇതിനെ സുന്ദർബൻസ് എന്ന് വിളിക്കുന്നു. ദ ഗംഗ ആൻഡ് ദ ബ്രഹ്മപുത്ര റിവേഴ്സ് ഫാൾ ഇൻ ടു ദ ബേ ഓഫ് ബംഗാൾ. ഗംഗാ നദിയും ബ്രഹ്മപുത്ര നദിയും ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നു. അപ്പോൾ ഗംഗാ നദിയും ബ്രഹ്മപുത്ര നദിയും ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നു. ദി നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ ആർ വെരി ഫെർട്ടൈൽ ആൻഡ് ഹെൻസ് വെരി തിക്ലി പോപ്പുലേറ്റഡ്. ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങൾ എന്ന് പറയുന്നത് വളക്കൂറുള്ളതും ആളുകൾ ധാരാളമായി കൂടുതൽ ജനസംഖ്യ ഉള്ളതുമായ സ്ഥലമാണ് ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങൾ. Many cities and towns have developed along the banks of the rivers. നദികളുടെ തീരങ്ങളിൽ ധാരാളം പട്ടണങ്ങളും നഗരങ്ങളുമൊക്കെ രൂപം കൊള്ളുന്നു. Some of them are Ludhiana, Delhi, Agra, Kanpur, Lucknow, Allahabad, Varanasi, Patna, Kolkata and Guwahati. അടുത്ത പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ലുധിയാന, ഡൽഹി, കാൺപൂർ, ലക്നൗ, അലഹബാദ്, വാരണാസി, പാറ്റ്ന, കൊൽക്കത്ത, ഗുവാഹട്ടി എന്നിവയാണ് പ്രധാന പ്രദേശങ്ങൾ. ദ സ്റ്റേറ്റ്സ് വിച്ച് ലൈ ഇൻ ദ നോർത്തേൺ പ്ലെയിൻസ് ആർ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആസാം ആൻഡ് ത്രിപുര. അതുകൂടാതെ വടക്കൻ സമതലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊക്കെ സംസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്? പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ അതായത് വെസ്റ്റ് ബംഗാൾ, ആസാം ആൻഡ് ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾ വടക്കൻ സമതലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം പഞ്ചാബ്. പഞ്ചാബ് ലൈസ് ഇൻ ദ സത്ലജ് റിവർ ബേസിൻ. പഞ്ചാബ് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദീതടത്തിലാണ്. ദ സത്ലജ്, ബീസ് ആൻഡ് രവി റിവേഴ്സ് പ്രൊവൈഡ് വാട്ടർ ഫോർ ഇറിഗേറ്റിംഗ് ദ ഫെർട്ടൈൽ ലാൻഡ്. സത്ലജും ബീസും രവി നദികളും ജലസേചനത്തിന് അതായത് ആ ഭൂമിയെ വളക്കൂറുള്ളതാക്കാനും അതിൻ്റെ ജലസേചനത്തിനും വേണ്ടിയിട്ടുള്ള ജലം ലഭിക്കുന്നത് സത്ലജ്, ബീസ്, രവി നദികളിൽ നിന്നാണ്. ദ മെയിൻ ക്രോപ്സ് ഗ്രോൺ ആർ വീറ്റ്, റൈസ് ആൻഡ് ഷുഗർ കെയിൻ. ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത് ഗോതമ്പും നെല്ലും അതായത് അരിയും ഷുഗർ കെയിൻ. ചണ്ഡീഗഡ് എ പ്ലാൻ സിറ്റി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് പഞ്ചാബ്. അതായത് പഞ്ചാബിൻ്റെ തലസ്ഥാനം ചണ്ഡീഗഡാണ്. ഒരു പ്ലാൻഡ് സിറ്റിയാണ്, ഒരു നവീകരിച്ച സിറ്റിയാണ് ഇത് ചണ്ഡീഗഡ്. അമൃതസർ ഈസ് ഫേമസ് ഫോർ ദ ഗോൾഡൻ ടെമ്പിൾ. അമൃതസർ സുവർണ ക്ഷേത്രത്തിന് പേര് കേട്ടതാണ്. അപ്പോൾ അമൃതസറിൽ എന്താണ് പ്രത്യേകത? ഗോൾഡൻ ടെമ്പിൾ, സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമൃതസറിലാണ്. അതർ ബിഗ് സിറ്റീസ് ആർ ലുധിയാന, ജലന്ധർ, പാട്യാല, ബതിൻഡ, ഫിറോസ്പൂർ എക്സെട്ര. അവിടുത്തെ മറ്റൊരു പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ലുധിയാന, ജലന്ധർ, പാട്യാല, ബതിൻഡ, ഫിറോസ്പൂർ തുടങ്ങിയവ. ദ ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റഡ് ഇൻ പഞ്ചാബ് ആർ ഗുരുപുരാബ്, ബൈസാഖി, ദീപാവലി ആൻഡ് ഹോളി. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ഏതൊക്കെയാണ്? അവരാഘോഷിക്കുന്ന ഉത്സവങ്ങൾ പഞ്ചാബിൽ ഗുരുപുരാബും ബൈസാഖിയും ദീപാവലിയും ഹോളിയും. പഞ്ചാബിലെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ്? ഗുരുപുരാബ്, ബൈസാഖി, ദീപാവലി, ഹോളി. ഭംഗ്ര ആൻഡ് ഗിഡ ആർ പോപ്പുലർ ഫോക്ക് ഡാൻസ്. അവിടുത്തെ നാടോടി നൃത്തങ്ങളാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡാൻസുകളാണ് ഭംഗ്രായും ഗിഡായും. പഞ്ചാബി, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആർ സ്പോക്കൺ ഹിയർ. ഇവിടുത്തെ ജനങ്ങൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷും ഹിന്ദിയും പഞ്ചാബി ഭാഷകളുമാണ്. മാക്കി കി റൊട്ടി, സർസൺ കാ സാഗ്, ഡാൽ, വെജിറ്റബിൾസ്, ബട്ടർ, കേഡ് ആൻഡ് ലാസി ആർ പോപ്പുലർ. അവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള എന്തൊക്കെയാണ്? മാക്കി റൊട്ടി, സർസൺ കാ സാഗ്, ഡാൽ, വെജിറ്റബിൾസ്, ബട്ടർ, കേഡ് ഇതെല്ലാം, ലാസി ഇതെല്ലാം അവിടെ പ്രസിദ്ധമാണ്. മെൻ വിയർ കുർത്ത ലുങ്കി വൈൽ ദ വുമൺ വിയർ സൽവാർ കമീസ്. പുരുഷന്മാർ കുർത്തയും അല്ലെങ്കിൽ ലുങ്കി, കുർത്ത ലുങ്കി ഇറക്കമുള്ള കൈയുള്ള ഉടുപ്പും കൈലിയും ധരിക്കുന്നു. സ്ത്രീകൾ സൽവാർ കമീസ് ചുരിദാർ ധരിക്കുന്നു. ഓൾ സിഖ്സ് വെയർ ടർബൻ. എല്ലാ സിഖുകാരും തലയിൽ അവരുടെ തലപ്പാവ് ധരിക്കുന്നു. ടർബൻ എന്ന് വിളിക്കുന്ന തലപ്പാവ്
ധരിക്കുന്നു. ചെക്ക് പോയിൻ്റ് ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് പറയാം. അടുത്ത നോക്കാം. ഹരിയാന ആൾസോ ലൈസ് ഇൻ ദ സത്ലജ് റിവർ ബേസൻ. സത്ലജ് നദീതടത്തിലാണ് ഹരിയാന സ്ഥിതി ചെയ്യുന്നത്. ദ സത്ലജ് ആൻഡ് ദ യമുന റിവേഴ്സ് പ്രൊവൈഡ് വാട്ടർ ഫോർ ഇറിഗേഷൻ. അതായത് ജലസേചനത്തിനുള്ള ജലം നൽകുന്നത് സത്ലജ് നദിയും യമുന നദിയുമാണ്. ഇറിഗേഷനുള്ള ജലം ലഭിക്കുന്നത് സത്ലജ് നദിയിൽ നിന്നും യമുന നദിയിൽ നിന്നുമാണ്. വീറ്റ്, റൈസ്, ഓയിൽ സീഡ്സ്, കോട്ടൺ ആൻഡ് ഷുഗർ കെയിൻ ആർ പ്രൊഡ്യൂസ് ഹിയർ. ഇവിടെ എന്തെല്ലാം വിളകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? വീറ്റ്, റൈസ്, ഓയിൽ സീഡ്സ് എന്ന് വെച്ചാൽ എണ്ണക്കുരു വിളകൾ, കോട്ടന്, ഷുഗർ കെയിന്, ഇതെല്ലാം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചണ്ഡീഗഡ് ഇറ്റ്സ് ക്യാപിറ്റൽ. എൻ്റെ തലസ്ഥാനമാണ് ചണ്ഡീഗഡ്. ദ മെയിൻ ഇൻഡസ്ട്രിയൽ സിറ്റീസ് ആർ അംബല, പാനിപ്പട്ട്, ഗർഗോൺ, റോഹ്തക്, ഭിവാനി ആൻഡ് ഹിസാർ. അവിടുത്തെ പ്രധാന വ്യാവസായിക കേന്ദ്രങ്ങളാണ് അംബാല, പാനിപ്പട്ട്, ഗർഗോൺ, റോഹ്തക്, ഭിവാനി, ഹിസാർ എന്നിവ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യാവസായിക കേന്ദ്രങ്ങളാണ്. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ സ്പീക്ക് ഹിന്ദി ആൻഡ് ഹരിയാനവി. അവിടുത്തെ ആളുകൾ ഹിന്ദിയും ഹരിയാനവിയും സംസാരിക്കുന്നു. മെൻ ലൈക്ക് ടു വിയർ ധോത്തി കുർത്ത ആൻഡ് വുമൺ വിയർ ഗഗ്ര കുർത്ത. അവിടുത്തെ പുരുഷന്മാർ ധോത്തി കുർത്തയും സ്ത്രീകൾ ഗഗ്ര കുർത്തയും ധരിക്കുന്നു. അടുത്തത് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് ഹാസ് ദ ലാർജസ്റ്റ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ദ ലാൻഡ് ഈസ് ഫെർട്ടൈൽ ആൻഡ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആർ ഫാർമേഴ്സ്. അവിടുത്തെ മണ്ണെന്ന് പറയുന്നത് വളക്കൂറുള്ളതിനാൽ ധാരാളം കൂടുതൽ ആളുകളും കർഷകരാണ്. വീറ്റ്, റൈസ്, ഷുഗർ കെയിൻ, പൾസസ് ആൻഡ് ഓയിൽ സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഹിയർ. അവിടെ പ്രധാനമായി ഉൽപ്പാദിപ്പിക്കുന്നത് വീറ്റ്, റൈസ്, ഷുഗർ കെയിൻ, പൾസസ്, ഓയിൽ സീഡ്സുമാണ് അവിടെ പ്രധാനമായി കൃഷി ചെയ്യുന്നത്. പയറുവർഗ്ഗങ്ങളും എണ്ണക്കുരുവിളകളും, പൾസസും ഓയിൽ സീഡ്സ്. ഇറ്റ് ഹാസ് മെനി ഫാക്ടറീസ് പ്രൊഡ്യൂസിങ് ടെക്സ്റ്റൈൽസ്, ഷുഗർ, ലെതർ ഗുഡ്സ്, മെറ്റൽ വെയർസ് എക്സെട്ര. അതുകൂടാതെ ഇവിടെ ധാരാളം ഫാക്ടറികളുണ്ട്. എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്? ടെക്സ്റ്റൈൽ ഫാക്ടറി ഉണ്ട്, ഷുഗർ, പഞ്ചസാര ഫാക്ടറി ഉണ്ട്, ലെതർ കൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്, പിന്നെ മെറ്റൽ വെയർസ് ഉണ്ടാക്കുന്ന ഫാക്ടറികളും ഇവിടെ ഉണ്ട്, ഉത്തർപ്രദേശിലുണ്ട്. ലക്നൗ ഈസ് ഇറ്റ്സ് ക്യാപിറ്റൽ. ഇതിൻ്റെ തലസ്ഥാനമാണ് ലക്നൗ. ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം ലക്നൗ. പീപ്പിൾ സ്പീക്ക് ഹിന്ദി ആൻഡ് ഉറുദു. അവിടുത്തെ ആളുകൾ സംസാരിക്കുന്നത് ഹിന്ദിയും ഉറുദു ഭാഷയുമാണ്. മെൻ വിയർ കുർത്ത ധോത്തി ഓർ പൈജമ ആൻഡ് വുമൺ വിയർ സാരി ആൻഡ് ബ്ലൗസ്. പുരുഷന്മാർ കുർത്ത ധോത്തിയും അല്ലെങ്കിൽ പൈജമയും, സ്ത്രീകൾ സാരിയും ബ്ലൗസും, നമ്മുടെ കേരളീയർ ഉപയോഗിക്കുന്ന സാരിയും ബ്ലൗസും ഉപയോഗിക്കുന്നു. പീപ്പിൾ സെലിബ്രേറ്റ് ഹോളി, ദീപാവലി ആൻഡ് ദസറ. അവിടുത്തെ ആളുകൾ ഹോളിയും ദീപാവലിയും ഈദും ദസറ എന്നിവ ആഘോഷിക്കുന്നു. ഉത്തർപ്രദേശ് ഹാസ് മെനി ടൂറിസ്റ്റ് അട്രാക്ഷൻസ്. ഉത്തർപ്രദേശിൽ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ഏതൊക്കെ? സച്ചാസ് ദ താജ്മഹൽ, ഫത്തേപൂർ സിക്രി ആൻഡ് അയോധ്യ. എവിടെയൊക്കെയാണ്? താജ്മഹലും ഫത്തേപൂർ സിക്രിയും അയോധ്യയും സന്ദർശിക്കാനായിട്ട് ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. അടുത്തത് ബീഹാർ. ബീഹാർ ഹാസ് ഫെർട്ടൈൽ ആൻഡ് ലാൻഡ് ദാറ്റ് ഹെൽപ്പ് പ്രൊഡ്യൂസ് റൈസ്, വീറ്റ്, ഷുഗർ കെയിൻ, ഓയിൽ സീഡ്സ് ആൻഡ് ജൂട്ട്. ബീഹാറിലെ മണ്ണും വളക്കൂറുള്ളതാണ്. അവിടെ എന്തെല്ലാമാണ് കൃഷി ചെയ്യുന്നത്? റൈസ്, വീറ്റ്, ഷുഗർ കെയിൻ, ഓയിൽ സീഡ്സ്, ജൂട്ട് എന്നിവ കൃഷി ചെയ്യുന്നു. ബീഹാറിലും ധാരാളം ഫുഡ് ഗ്രെയിൻസൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പാറ്റ്ന ഈസ് ദ ക്യാപിറ്റൽ സിറ്റി. ബീഹാറിൻ്റെ തലസ്ഥാനം പാറ്റ്നയാണ്. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആർ ഫാർമേഴ്സ്. ഇവിടുത്തെ കൂടുതലും ജനങ്ങൾ എന്താണ്? കർഷകരാണ്. പീപ്പിൾ സ്പീക്ക് ഹിന്ദി. ഇവിടുത്തെ ആളുകൾ സംസാരിക്കുന്നത് ഹിന്ദി ഭാഷയാണ്. ദ മെയിൻ ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ആർ ഹോളി, ദസറ, ദീപാവലി ആൻഡ് ചാത്ത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ് ഹോളി, ദസറ, ദീപാവലി, ചാത്ത് എന്നിവ. ദ മെയിൻ പ്ലേസസ് ഓഫ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആർ നളന്ദ, ബോധ്ഗയ ആൻഡ് വൈശാലി. ഇവിടുത്തെ പ്രധാന സുവാസ കേന്ദ്രങ്ങളാണ്, അതായത് വിദേശികളെ ആകർഷിക്കുന്ന സ്ഥലങ്ങളാണ് നളന്ദ, ബോധ്ഗയ, വൈശാലി തുടങ്ങിയവ. അടുത്തത് വെസ്റ്റ് ബംഗാൾ.
ദ ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര റിവേഴ്സ് ഫ്ലോ ത്രൂ വെസ്റ്റ് ബംഗാൾ. ഗംഗാ നദിയും ബ്രഹ്മപുത്ര നദിയും വെസ്റ്റ് ബംഗാളിൽ കൂടെ ഒഴുകുന്നുണ്ട്. ദീസ് റിവേഴ്സ് ഹാവ് മെയ്ഡ് ദ ലാൻഡ് വെരി ഫെർട്ടൈൽ. ഈ നദികൾ ആ വെസ്റ്റ് ബംഗാളിനെ വളക്കൂറുള്ളതാക്കി മാറ്റുന്നു. ഫാമിംഗ് ആൻഡ് ഫിഷിംഗ് ആർ ദ മെയിൻ ഒക്യുപ്പേഷൻസ് ആൻഡ് ദ മെയിൻ ക്രോപ്സ് ആർ റൈസ് ആൻഡ് ജൂട്ട്. അവിടുത്തെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് ഫാമിംഗ് ആൻഡ് ഫിഷിംഗ്, മത്സ്യബന്ധനവും കൃഷിയുമാണ് അവിടുത്തെ പ്രധാന ജോലി. അവിടെ അതുകൂടാതെ എന്തെല്ലാം വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്? റൈസും ജൂട്ടും കൃഷി ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രീസ് ദാറ്റ് ഹാവ് ഗ്രോൺ ആർ ടെക്സ്റ്റൈൽസ്, മെഷീൻസ് ആൻഡ് ഫുഡ് പ്രോസസ്സിങ്. അതുകൂടാതെ അവിടെ വ്യവസായങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ടെക്സ്റ്റൈൽ വ്യവസായവും മെഷീനറി വ്യവസായവും ഫുഡ് പ്രോസസ്സിങ്ങും ഉണ്ട് വെസ്റ്റ് ബംഗാളിൽ. ഹിയർ മെൻ ലൈക്ക് ടു വിയർ ധോത്തി കുർത്ത ആൻഡ് വുമൺ വെയർ സാരീസ്. അവിടെ പുരുഷന്മാർ ധോത്തി കുർത്ത ധരിക്കുകയും സ്ത്രീകൾ സാരി ധരിക്കുകയും ചെയ്യുന്നു. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ സ്പീക്ക് ബംഗാളി ആൻഡ് ഈറ്റ് റൈസ് ആൻഡ് ഫിഷ്. കൂടുതലും ആളുകൾ സംസാരിക്കുന്നത് ബംഗാളി ഭാഷയാണ്. അതുകൂടാതെ അവർ കഴിക്കുന്ന ആഹാരം ഏതാണ്? ചോറും മീനും ഒക്കെയാണ് അവർ കഴിക്കുന്നത്. ദേ ആർ വെരി ഫോണ്ട് ഓഫ് ആർട്ട്, മ്യൂസിക്, ഡ്രാമ, ലിറ്ററേച്ചർ ആൻഡ് സ്പോർട്സ്. അതുകൂടാതെ അവർ കലയിലും സംഗീതത്തിലും നാടകത്തിലും സാഹിത്യത്തിലും കളികളിലും ഒക്കെ മിടുക്കരാണ്. ദേ ലൈക്ക് രവീന്ദ്ര സംഗീത്. അവർക്ക് രവീന്ദ്ര സംഗീതോത്സവം വളരെ ഇഷ്ടമാണ്. ദുർഗാപൂജ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽ. അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവമാണ് ദുർഗാപൂജ. അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ പ്രധാന ഉത്സവം ഏതാണ്? ദുർഗാപൂജയാണ്. കൊൽക്കത്ത ഈസ് ദ ക്യാപിറ്റൽ ഓഫ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിൻ്റെ തലസ്ഥാനം ആണ് കൊൽക്കത്ത. ഇനി അടുത്ത് നോക്കാം. അറ്റ് വൺ ഗോ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അറ്റ് വൺ ഗോയിലും റിമെമ്പർ ദീസ് ടൈംസിലും പറയുന്നത്. ദ നോർത്തേൺ പ്ലെയിൻസ് ആർ ദ ലാർജസ്റ്റ് സ്ട്രെച്ച് ഓഫ് ലെവൽഡ് ലാൻഡ് ഇൻ ഇന്ത്യ. The western part of the northern plains is called the Satluj river basin. The Ganga river basin lies mainly in Uttar Pradesh, Bihar and West Bengal. അടുത്തത് റിമെമ്പർ ദീസ് ടൈംസ് ആണ്. എന്താണ് അലൂവിയം? നമ്മൾ നേരത്തെ പറഞ്ഞു. ദ ഫൈൻ സ്ലിറ്റ് ബ്രോഡ് ആൻഡ് ഡെപ്പോസിറ്റഡ് ബൈ ദ റിവേഴ്സ് ഇൻ ദ പ്ലെയിൻ ഏരിയ. എന്താണ് റിവർ ബേസൻ? ദ ഏരിയ വാട്ടേഡ് ബൈ എ റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഡിസ്ട്രിബ്യൂട്ടറിയോ? when the main river splits into many branches. Delta, an area of land shaped like a triangle where a river has split into several smaller rivers before entering the sea. ഓക്കെ, കുട്ടികളെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് ടെക്സ്റ്റിലെ വർക്ക് നോക്കാം. ചെക്ക് പോയിൻ്റ്. ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻസ്. The area watered by a river and its tributaries is called. നമ്മളിപ്പോൾ പറഞ്ഞതാണ് നദിയും അതിൻ്റെ ഉപനദികളും ചേരുന്ന പ്രദേശത്തെ എന്താണ് പറയുന്നത്? റിവർ ബേസൻ ആണോ റിവർ സോഴ്സ് ആണോ? റിവർ ബേസൻ ആണ് ആൻസർ. ദ ഫക്ര ഡാം ഈസ് ബിൽറ്റ് ഓൺ ദ. ഫക്ര ഡാം എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? സത്ലജ് നദിയിലാണ്. സത്ലജ്. ദ ബ്രഹ്മപുത്ര ഒറിജിനേറ്റ്സ് നിയർ ദ. ബ്രഹ്മപുത്ര നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മാനസരോവർ ലേക്ക്. എവിടെയാണ്? മാനസരോവർ ലേക്ക്. ഇനി അടുത്തത് ചെക്ക് യുവർ സ്റ്റഡി. ടിക്ക് ദ കറക്റ്റ് ആൻസേഴ്സ്. ദിസ് ഈസ് ദ ട്രിബ്യൂട്ടറി ഓഫ് ദ സത്ലജ്. സത്ലജ് നദിയുടെ ട്രിബ്യൂട്ടറി ഏതാണ്? ഗോമതി, ബീസ്, ഗഗ്ര. ഏതാണ്? ബി ആണ് ഓപ്ഷൻ. ബീസ്. നമ്പർ 2, ദ ഡാം ബിൽറ്റ് ഓൺ ദ സത്ലജ് ഈസ്. സത്ലജ് നദിക്ക് കുറുകെയുള്ള ഡാം ഏതാണ്? മഹാനദി, ഫക്ര, ഹിരാക്കുഡ്. ഏതാണ്? ഫക്ര. തേർഡ് വൺ, ദ ബ്രാഞ്ച് ഓഫ് ദി ഗംഗ ഇൻ ബംഗ്ലാദേശ് ഈസ് കാൾഡ് ദ. കൃഷ്ണ, പദ്മ, ഹൂഗ്ലി. ഏതാണ്? ഗംഗാനദിയുടെ ശാഖ ഏതാണ് ബംഗ്ലാദേശിൽ വിളിക്കുന്നത്? ഗംഗാനദിയുടെ ശാഖയെ ബംഗ്ലാദേശിൽ വിളിക്കുന്നത് പദ്മ എന്നാണ്. പദ്മ ടിക്ക് ചെയ്യുക. ഇനി അടുത്തത് മാച്ച് ദ കോളംസ്. കോളം എ, കോളം ബി. ബ്രഹ്മപുത്ര സറ്റി, അതായത് സി ആണ് ഓപ്ഷൻ. സാങ്പോ. ഹൂഗ്ലി കൊൽക്കത്ത. ഗംഗ അലഹബാദ്. ഓക്കെ, ഇനി ആൻസർ ദ ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഒരുപാടില്ല പഠിക്കാൻ, 2-3 സെൻറ്റൻസിലൊക്കെ ഉള്ളൂ.
Into which 3 river basins can the northern plains of India be divided? ഏതൊക്കെ റിവർ ബേസൻസ് ആണുള്ളത്? ദ സത്ലജ് റിവർ ബേസൻ, ദ ഗംഗ റിവർ ബേസൻ ആൻഡ് ദ ബ്രഹ്മപുത്ര റിവർ ബേസൻ. Number 2. Why is the Phakra Dam so important for us? The Phakra Dam helps in irrigation and in producing electricity. Phakra Dam നമ്മൾ എന്തിനു സഹായിക്കുന്നു? ജലസേചനത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും സഹായിക്കുന്നു. Why are the northern plains of India thickly populated? എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ നോർത്തേൺ പ്ലെയിൻസിൽ കൂടുതൽ ജനസംഖ്യ ഉള്ളത്? The northern plains are fertile and help to produce good amount of food grains. അവിടുത്തെ നോർത്തേൺ വടക്കൻ സമതലങ്ങളിൽ എന്താണ് വളക്കൂറുള്ളത് കൊണ്ട് അവിടെ വലിയ അളവിൽ ആഹാരസാധനങ്ങൾ ഫുഡ് ഗ്രെയിൻസൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അവിടെ ആളുകൾ തിങ്ങിപ്പാർക്കുന്നത്. കുട്ടികളെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹോംവർക്കായിട്ട് ചെക്ക് പോയിൻറ്റും ചെക്ക് യുവർ സ്റ്റഡിയും ആൻസർ ദി ഫോളോയിങ് മാച്ച് ദ ഫോളോയിങ് അത് ഇത്രയും എഴുതി ഹോംവർക്കിൻ്റെ സമയത്ത് പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇറ്റ്സ് ടൈം ടു എൻഡ് ദ ക്ലാസ്. താങ്ക് യു. ഡിയർ പേരൻസ്, സോഷ്യൽ സ്റ്റഡീസിൻ്റെ 3ാമത്തെ പാഠമായ നോർത്തേൺ പ്ലെയിൻസാണ് പഠിച്ചത്. അതിനകത്ത് ചെക്ക് പോയിൻറ്റും ചെക്ക് യുവർ സ്റ്റഡിയും ആൻസർ ദി ഫോളോയിങ്ങും ഹോംവർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെഴുതിച്ച് കുട്ടികളെ കൊണ്ട് സമയത്ത് പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ.